ഒന്നില്ല, വേറെ ലെവലില് പടാണ്, ഒന്നും പറയാനില്ല. ഇത് 100 കോടി അടിച്ചിരിക്കും, ഉറപ്പാ അടിച്ചിരിക്കും. ട്വിസ്റ്റ് എന്ന് പറയുന്ന ഉമ്മാരി ട്വിസ്റ്റ് ഒന്നും വേറെ പടത്തിലില്ല. ഇല്ല, ഫൈറ്റ് ഒക്കെ അടിപൊളി ഫൈറ്റ്, നമ്മളെന്നെ ഞെട്ടിപ്പോയി. ഒക്കെ അടിപൊളി. പുതിയൊരു ഡെന്നോ ഡെന്നിസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ജനിക്കാൻ പോകുന്നത്. അടിപൊളിയുണ്ട്. ന്യൂ ജനറേഷനൊക്കെ വെല്ലുന്ന അടിപൊളി കഥാപാത്രമാണ്. മമ്മൂക്കാനെ കൊണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ കഥാപാത്രം പറ്റുന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ്. അടിപൊളി, നല്ല ഗുമ്മയുണ്ട് പടം. ഒരു വെറൈറ്റി സാധനമാണ്. ടെന്നീസിന്റെ മോൻ അവതരിപ്പിച്ചു. അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല. പൊളിച്ചിരിക്കുന്നത് ന്യൂ ജനറേഷൻ വെല്ല അതിക്കും മേലെയാണ്. അടിപൊളി. നീ കണ്ട ദുബായല്ല, ഞാൻ കണ്ടെന്നാ പറഞ്ഞു. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പൊളി പൊളി. നമുക്ക് അപ്പോഴും ന്യൂ ജനറേഷനും കൂടെ പിടിച്ചിരിക്കുന്നുള്ള തെളിവ് തന്നെ. പടം അടിപൊളി. 73-കാരന്റെ ആറാട്ട് ഉറപ്പാണിതാ. കണ്ടെല്ലാരും പോയി കാണാ. സെറ്റ് പടം. നമ്മുടെ ലാസ്റ്റ് അരമണിക്കൂർ വേറെ ലെവൽ പടം. ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. അടിപൊളി, ഒരു വ്യത്യസ്ത സ്റ്റോറിയാണ്. പിന്നെ ഇന്റർവെല്ലിന് ശേഷമൊക്കെ പൊളിയാണ്. എല്ലാ ഒരു ലെവലിൽ കൊണ്ടുപോയിട്ട് റേഞ്ചിൽ കൊണ്ട് കത്തിച്ചാക്കി പൊളിച്ചാക്കി. മമ്മൂട്ടി വേറെ ലെവല്. അങ്ങനെ അടുത്ത ഷോക്ക് കയറി ടിക്കറ്റ് ഫുഡായതുകൊണ്ടാണ്. അതായത് അല്ല, ഞാൻ കണ്ട് അടിപൊളി പടം. എല്ലാരും പോയി കാണാം, മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി. കൊറേ ട്വിസ്റ്റും ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും അടിപൊളി സെക്കൻഡ് ഹാഫ് ആണ്. അടിപൊളി ഫൈറ്റ് ഒക്കെ അടിപൊളി, വിഷയം ഫൈറ്റ്. മമ്മൂട്ടിന്റെ ആക്ടിംഗ് ഒക്കെ വൃത്തിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എക്സ്പെഷ്യലി അടിപൊളി മമ്മൂട്ടി. വിഷു മമ്മൂക്ക തൂക്കി. പിന്നല്ല, സെറ്റ് പടാണ്. കാണണം, എന്തായാലും മസ്റ്റ് വാച്ചാ. എല്ലാരും പോയി കാണാം. അടിപൊളി പടം. ഫസ്റ്റ് ഇങ്ങനെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഒരു ഗെയിമിങ്ങിൽ കൂടെ പടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടിൻ്റെ എല്ലാ പടം അതേമാതിരി ഫാൻസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പം ഫസ്റ്റ് ഇങ്ങനെ പടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇപ്പോൾ മമ്മൂക്ക ഈ പടം ഇങ്ങനെ എടുക്കാൻ കാരണം? ഇപ്പോൾ എല്ലാം വെറൈറ്റി പടം മാത്രം എടുത്തുകൊണ്ടിരിക്കണം മമ്മൂക്കക്ക്. ഇപ്പോൾ എന്താ പദ്ധതി ചെയ്യാനുള്ളത്? പിന്നെ നല്ല സ്റ്റൈലിഷ് അതിലെ കഥകൾ ഫസ്റ്റൊക്കെ ഇങ്ങനെ കാണിക്കുന്നെങ്കിലും മനസ്സിലങ്ങനെ തോന്നിപ്പോയി. പക്ഷേ ആ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് അത് പ്രത്യേകിച്ച് അതിൽ കൂടുതൽ അതിനെ പറ്റി പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയി പോകും. അതിൽ നിങ്ങൾ കാണുന്ന മമ്മൂക്ക ഇതുവരെ കാണാത്ത മമ്മൂക്ക ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കിൻ്റെ സെന്റിമെന്റ്സ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കാണാത്തൊരു മമ്മൂക്ക. ആ ഒരു 20 മിനിറ്റിൽ നമ്മളിങ്ങനെ കോരിത്തെറിച്ചതാണ്. ഒരു ഇതുണ്ടല്ലോ, ഈ സാധനം കൂട്ടി വരും. അയഞ്ഞാട്ടം, മമ്മൂട്ടിൻ്റെ അയഞ്ഞാട്ടം ഇതുവരെ കാണാത്ത മമ്മൂട്ടി. ആർക്കും കണ്ടാൽ ഈ പൈസ നഷ്ടം വരില്ല. തീർച്ചയായിട്ടും കൈവരിക്കും. ഇപ്പോൾ കോടികളും ആരാടം എന്നുള്ളതല്ല, ആളുകൾക്ക് പടം ഇഷ്ടപ്പെടും. ആ 20 മിനിറ്റ് മതി പടത്തിൻ്റെ ഒരു ഇത്. അതുവരെ നല്ല രസത്തിൽ മറ്റേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റിയ രീതിയിൽ ഒരു ഗെയിമിങ്ങിൻ്റെ രീതിയിൽ കഥ പറഞ്ഞു പോയി. പക്ഷേ അതിൻ്റെ അവസാനം മമ്മൂട്ടി എന്തുകൊണ്ട് ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അവസാനം കാണണം. വെറൈറ്റി, നമുക്ക് എപ്പോഴും ഇപ്പോൾ വെറൈറ്റി മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു മമ്മൂക്ക. എത്ര സിമ്പിളായിട്ടാണ് മമ്മൂക്ക ലാസ്റ്റത്തെ 20 മിനിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി വർണ്ണിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുന്നവർക്ക് ചടപ്പ് വരും. അതിനെപ്പറ്റി കൂടുതൽ വർണ്ണിക്കുന്നില്ല. എല്ലാവരും എത്ര പെട്ടെന്ന് തിയേറ്ററിൽ തന്നെ പടം കാണാം. ബസ്സൊക്കെ എങ്ങനെയുണ്ട്? ഇതൊരു മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗെയിം ത്രില്ലർ മൂവി. നല്ല എന്താ പറയുക, എല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി മൂവിയാണ്. സ്റ്റൈലിഷ് ഗെയിം ത്രില്ലർ മൂവിയാണിത്. പടത്തിൻ്റെ അവസാനം ഒരു 20 മിനിറ്റ് ഇന്നവരെ മലയാള സിനിമയിൽ കാണാത്ത മമ്മൂക്കയെ എല്ലാവർക്കും കാണാൻ പറ്റും. കാരണം എന്താണ് മമ്മൂക്ക എന്നുള്ളതിൻ്റെ അവസാന തെളിവാണ് ഈ പടത്തിലെ 20 മിനിറ്റ്. അവസാനത്തെ മമ്മൂക്കയാണോ അതല്ല മറ്റൊരു നടനാണോ എന്നൊക്കെ കാണുന്നവർക്ക് സംശയമുണ്ടാവും. അജാതി പെർഫോമൻസിലാണ് ആ ഒരു വ്യക്തി ഈ സിനിമയിൽ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പടം കൊളുത്തിക്കഴിഞ്ഞു. ടിക്കറ്റ് എടുത്താൽ എല്ലാവർക്കും ആ പെർഫോമൻസ് ലൈവായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും.